cuties, this is Amalu Maria. Welcome to my YouTube channel. So ഇന്ന് നമ്മൾ ഡസ്കി ഡീപ്പർ സ്കിൻ ടോൺസിനെ പറ്റിയിട്ടുള്ള കുറച്ച് അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ. ലെറ്റ്സ് സീ ദാറ്റ്. ഈ ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോൺ ഉള്ള ഗേൾസിന്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയോ? നമ്മൾ നല്ല കുറേ ലിപ്സ്റ്റിക്സ് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യും. വന്നു കഴിയുമ്പോൾ ഈ സംഭവം നമുക്ക് വാഷ് ഔട്ട് ആവും. സോ ഇത് ലിപ്സ്റ്റിക്സ് വാഷ് ഔട്ട് ആവാണ്ടിരിക്കാനുള്ള ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു ലിപ് ലൈനർ ഉണ്ടായിരിക്കാം. ഒരു ഡാർക്ക് ലിപ് ലൈനർ, ഐദർ ഒരു കോഫി അല്ലെങ്കിൽ ഒരു ബ്രൗൺ, ഒരു ബർഗണ്ടി ഷെയ്ഡ് ഓഫ് ലിപ് ലൈനർ ഉണ്ടെങ്കിൽ ലിപ് ലൈനർ വെച്ച് ലിപ്പ് ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഈ വാഷ് ഔട്ട് ആവുന്നത് കുറയ്ക്കാൻ പറ്റും. സോ എൻ്റെ കയ്യിലുള്ള ഒരു ലിപ് ലൈനർ എന്ന് പറയുന്നത് മിസ് ക്ലെയറിൻ്റെ ഗ്ലിമ്മർ സ്റ്റിക്സ് ഫോർ ലിപ്സ് എന്ന് പറയുന്ന ലിപ് ലൈനറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് L1 ആണ് കേട്ടോ. L1 കോഫി എന്ന് പറയുന്ന ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ. മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് പറ്റിയ അടിപൊളി ഷെയ്ഡാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. ഇങ്ങനെ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ട് നോക്കുക. അപ്പം നമുക്ക് വ്യത്യാസം മനസ്സിലാവും. ഫസ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ലിപ്സ്റ്റിക്ക്. ഷെയ്ഡ് വന്നിട്ട് 11 ആണ്. ഷെയ്ഡ് 11. ഇത് കോഫി കമാൻഡ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇത് ഭയങ്കര ഒരു ഡാർക്ക് കോഫി കളറാട്ടോ. ഭയങ്കര ഒരു ഡാർക്ക് കളറാണ്. അത് മാത്രമല്ല ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. ബിക്കോസ് ലൈക്ക് ഇത് ഇച്ചിരി കളർ കൂടുതലാണ്. ഇത് നമ്മൾ ഓഫീസ് വെയർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ചിലർക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നല്ല ഡാർക്ക് കളർ ലിപ്സ്റ്റിക്സ് ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ. എനിവേ ലൈക്ക് ഞാനിത് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെഡിങ് ഒക്കേഷൻസിനൊക്കെ ഈ ലിപ്സ്റ്റിക്ക് നല്ല ഒരു ചോയ്സ് ആയിരിക്കും. നല്ല കളറാണ്, ഡാർക്ക് ബ്രൗൺ ആണ്. ഒരു കോഫി എന്ന് പറയാനില്ല, നല്ലൊരു ബ്രൗൺ ടിൻ്റുള്ള നല്ലൊരു കളറാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. എത്ര തൂത്ത് കളഞ്ഞാലും പോകത്തില്ല, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് ഈ ലിപ്സ്റ്റിക്ക് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട, ഈ സംഭവം അവിടെ തന്നെ ഇരുന്നോളും. ഞാൻ കുറേ ഓയിലൊക്കെ വെച്ച് തൂത്തിട്ടാണ് ഈ ലിപ്സ്റ്റിക്ക് പോവാറ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലിപ്സിലിടുമ്പോൾ കുറച്ച് ഹെവിയാണ്, നമുക്കൊരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യും, ഒരു സ്റ്റിക്കി ആവുന്ന പോലെ ഫീൽ ചെയ്യും. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് നല്ലൊരു ഓപ്ഷനാണ് ഫോർ ലൈക്ക് പാർട്ടീസ് ഓർ ലൈക്ക് വെഡിങ് ഇവൻറ്റ്സിനൊക്കെ അടിപൊളി ലിപ്സ്റ്റിക്കാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു 60 to 100 റേഞ്ചിൽ ഈ സംഭവം നമുക്ക് കിട്ടും. 90 സംതിങ് ആണെന്ന് തോന്നുന്നു. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 58 ആണ്. ഇത് ഭയങ്കര ഒരു പിങ്കിഷ് മോ കളറുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇത് നമ്മുടെ ഒരു ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണ് നന്നായിട്ട് ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത് മാത്രമല്ല ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര ക്രീമിയാണ്. എൻ്റെ പേര് പോലെ തന്നെ ഭയങ്കര ക്രീമിയാണ്. ഇട്ടിട്ടുണ്ടെന്ന് തോന്നുകയില്ല, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ലോങ് ലാസ്റ്റിംഗ് അല്ല, കുറേ നിൽക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ റീഅപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷെ കളർ വന്നിട്ട് നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഒരു ഡസ്കി ടു മീഡിയം സ്കിൻ ടോൺസിന് ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണിത്. ഇത് നമ്മളൊരു ലിപ് ലൈനറിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ക്രയോൺ ആണ് കേട്ടോ. ഈ ഷെയ്ഡ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡിൻ്റെ പേര് വന്നിട്ട് ചോക്കോബാർ എന്നാട്ടോ ഈ ഷെയ്ഡിൻ്റെ പേര്. ആക്ച്വലി ഇതാണ് ലിപ് ക്രയോൺ. മോസ്റ്റ് ഓഫ് ദി എല്ലാം ഉണ്ടായിരിക്കേണ്ട ഒരു ലിപ് ഷെയ്ഡാണിത്. ഇത് ആക്ച്വലി തീർന്നു. പക്ഷേ ഇത് ഇങ്ങനെ ബാക്കിൽ നിന്ന് എന്തോ പുള്ളിയുമ്പോൾ എന്തോ അത് റെഡി ആവുന്ന എന്തോ ഒരു ടെക്നിക്ക് ഉണ്ട്. പക്ഷേ എനിക്കത് ഇതുവരെ പിടിയിട്ടിട്ടില്ല. സോ നല്ലൊരു ഷെയ്ഡാണ്. നമുക്കൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് വേണം എന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഈ ഷെയ്ഡ് അടിപൊളിയായിരിക്കും. സോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. നല്ല ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരും ഈ ലിപ്സ്റ്റിക്ക്. പക്ഷെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 minutes 3 minutes കഴിയുമ്പോൾ ഒരു കംപ്ലീറ്റ് മാറ്റ് ഫിനിഷ് ആണ് ഈ ലിപ്സ്റ്റിക്ക് നമുക്ക് തരുന്നത്. സോ ഒരു അടിപൊളി ഷെയ്ഡാണ്. നമുക്ക് ലിപ് ലൈനറിൻ്റെ ഒന്നും ആവശ്യമില്ല. സൂപ്പർ ഷെയ്ഡാണ്. സോ ഗോ ഫോർ ദിസ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ ഇതൊരു 250 റുപ്പീസിനാണ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഇത് പലപ്പോഴും ഓഫറിലൊക്കെ കിടക്കാറുണ്ട്. എന്നാലും ഒരു 300 ബിലോയ്ക്ക് നമുക്ക് ഡെഫിനറ്റ്ലി ഈ ലിപ്സ്റ്റിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ്. ഇത് ലവ് എർത്തിൻ്റെ ലിക്വിഡ് മോസ് ഷെയ്ഡ് ഐറിഷ് കോഫിയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ സ്പാനിഷ് കോഫി എന്ന് പറഞ്ഞ വേറൊരു ഷെയ്ഡ് കൂടിയുണ്ട്. അതും മീഡിയം സ്കിൻ ടോൺസിന് നല്ല സൂപ്പർ ഷെയ്ഡ് എന്നാണ്. ഇത് വന്നിട്ട് ഒരു പിങ്കിഷ് മൗവ് കളറാണ് ഇത് നമുക്ക് തരുന്നത്. ഒരു റെഡിഷ് മൗവ് കളറാണ്. സൂപ്പർ ലിപ്സ്റ്റിക് ആണ്. നമുക്കിത് വാഷ് ഔട്ട് ഒന്നും ആവത്തില്ല. സൂപ്പർ ലിപ്സ്റ്റിക് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാൻ. അത് മാത്രമല്ല ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 400 ആണ്. 400 റുപ്പീസിനാണ് ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്.
സോ നെക്സ്റ്റ് ലിപ്സ്റ്റിക് വന്നിട്ട് ബ്രൗൺ ഗേൾസിന് പറ്റിയ ഒരു അടിപൊളി ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഗീവ് മീ മോച്ച എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ് ഗീവ് മീ മോച്ച. ഇത് നമുക്കൊരു ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇതൊരു സൂപ്പർ ഓപ്ഷൻ ആയിരിക്കും. ഇത് മോസ്റ്റ് ഓഫ് ദ ടൈമും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. സോ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 600 റുപ്പീസിനാണ് ആമസോണിൽ നിന്ന്. കുറച്ച് ഇച്ചിരി ഒരു പ്രൈസിനാണ്, പക്ഷെ ആ പ്രൈസിന് ഇത് വോത്തിട്ടാണ് കേട്ടോ. ഇതൊട്ടും നമുക്ക് ഹെവി അല്ല, നമുക്ക് ഭയങ്കര ഒരു ന്യൂഡ് ഷെയ്ഡാണ്, നമുക്കൊരു നല്ലൊരു ലിപ് ഷെയ്ഡാണ്. നമുക്കിത് ഇട്ടിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് പോകാം. ലിപ്സ്റ്റിക് ഓവർ ആണോ അങ്ങനെ ഒരു ചിന്ത ഒന്നും വേണ്ട. ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ല ഷെയ്ഡാണ്. എല്ലാ മീഡിയം ടു ഡീപ്പർ ഡസ്കി സ്കിൻ ടോൺസിനും സൂപ്പറായിട്ട് ചേരുന്ന ഒരു ന്യൂഡ് ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയുന്ന ഒരു ഷെയ്ഡ് ഇതാണ്. അത് മാത്രമല്ല എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഷെയ്ഡ് ഇട്ടുകൊണ്ട് ഈ ഷെയ്ഡ് യൂസ് ചെയ്യാൻ. ഇത് എൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. ഇത് പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. സോ ഇത് കാണുമ്പോൾ എല്ലാവരും സ്റ്റോക്ക് ചെയ്ത് വെക്കാന്നാണ് ഞാൻ പറയാം. എല്ലാവരും വൺ ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഷെയ്ഡാണ്. ഹായ് ക്യൂട്ടീസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ലിപ്സ്റ്റിക് റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാനത് മേടിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ബ്രൗണിഷ് ഗേൾസിനൊക്കെ അത് പറ്റുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഹായ് ക്യൂട്ടീസ്. അപ്പം നമ്മൾ ഈ ബ്രൗണിഷ് ഗേൾസിന് പറ്റിയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 5 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് ഞാനിന്ന് കാണിച്ചു തന്നത്. എല്ലാം തന്നെ നമ്മൾ ഒരിക്കലും മേടിച്ചു കഴിഞ്ഞാൽ റിഗ്രറ്റ് ആവില്ലാത്ത, ഞാൻ ഉറപ്പ് പറയും, നമുക്ക് റിഗ്രറ്റ് വരുത്തേയില്ല ഈ ലിപ്സ്റ്റിക്. സോ ഇങ്ങനത്തെ മേക്കപ്പ് അല്ലെങ്കിൽ ഡ്രസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ, ബൈ.